കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയ കത്തിക്കുന്ന ഒരു പയ്യനുണ്ട്. കൊല്ലംകാരനാണ് ആൾ. എന്തായാലും നമ്മോടൊപ്പം റിപ്പോർട്ടർ ടിവിയുടെ സ്പോർട്സ് വിഭാഗം മേധാവി അനൂപ് ഷൺമുഖനുണ്ട്. ആരാണ് അയാൾ? ജയശങ്കറെ, എൻ്റെ കയ്യിലിരിക്കുന്നത് ട്രയോണ്ട പന്താണ്. അതായത് ഈ കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഒഫീഷ്യൽ പന്തായിരുന്നു ഇത് തട്ടി നടന്ന ഒരുപാട് കൗമാര താരങ്ങൾ നമ്മളെ ചർച്ചയിലുണ്ട്. അതായത് മലയാളികൾക്ക് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെന്നല്ല, അല്ലെങ്കിൽ ഫുട്ബോൾ വിദഗ്ധരെന്നല്ല, സാധാരണക്കാർക്ക് പോലും പരിചിതരാണ് പല കളിക്കാരും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കളിക്കാരൻ ഇവിടെ കേരളത്തിൽ ജനിച്ചിരുന്നെങ്കിൽ, നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ. വേണ്ട, നമുക്കിങ്ങ് ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്, ഇങ്ങ് കൊല്ലത്ത് തന്നെയുണ്ട്. കൊല്ലം മല്ലു, അല്ലെങ്കിൽ മലയാളി, അല്ലെങ്കിൽ മല്ലു യമാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്നുള്ളത്. എന്തായാലും നമുക്ക് ആളെ വിളിക്കാം. വെൽക്കം. അപ്പം ജയശങ്കറെ, ഇതാണ് നമ്മൾ റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഇത്തവണത്തെ പ്രിയപ്പെട്ട ഓണസമ്മാനം. ആളാരെന്ന് മനസ്സിലായോ? ഇത് കണ്ടിട്ട് മറ്റേ ലെവനല്ലേ, സ്പെയിനിലെ തന്നെ, സ്പെയിനിലെ ലമീൻ യമാൽ. ഇനി മുതൽ നമ്മുടെ സ്വന്തം മല്ലു യമാൽ. എന്താണ് പറയുന്നത്? 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് യമാലിലേക്കുള്ള മാറ്റം വന്നത്? ആരാണ് കണ്ടുപിടിച്ചത്? ഞങ്ങളെ ഇൻസ്പയർ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന നിഖിൽ സാറാണ് കണ്ടുപിടിച്ചത്. നിഖിൽ സാറ് സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു റീലിടുകയും അങ്ങനെ ഇത് പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. നമ്മുടെ മല്ലു യമാലിൻ്റെ ഒറിജിനൽ പേരെന്താ? അലൻ ജെയിംസ്. അലൻ ജെയിംസ് ഇപ്പോൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിൽ. അതായത് 18കാരനാണ് ലമീൻ യമാൽ. അദ്ദേഹം 10ാം ക്ലാസ് പരീക്ഷ പാസ്സായതേ ഉള്ളൂ, ഒരു 2 വർഷത്തിലേക്ക്. അപ്പം നേരത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതോ ലോകകപ്പ് കഴിഞ്ഞപ്പോഴാണോ ഇങ്ങനൊരു സാമ്യം തോന്നിയത്? അങ്ങനെ നേരത്തെ കൂട്ടുകാരന്മാരും പിന്നെ സാർമാരൊക്കെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു, വിളിച്ച് കളിയാക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ലമീൻ യമാലിന്റെ ഹെയർ സ്റ്റൈൽ അത് നമ്മൾ ഇത് കണ്ടിട്ട് പിടിച്ചതാണോ, അതോ ഇത് തന്നെയാണോ? അല്ല, ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെ ആയിരുന്നു. പണ്ട് തൊട്ട് എങ്ങനെയാണ്? ഈ കമ്പി എപ്പോഴാട്ടെ? കമ്പി ഇപ്പൊ 2 വർഷമായി. ഇനി ഈ ലോകകപ്പ് സമയത്ത് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ സ്റ്റോറി നോക്കി പരക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പോയായിരുന്നു. അന്നൊന്നും നിന്നെ കൈ കിട്ടിയില്ല. അപ്പം നീ ഈ ലോകകപ്പ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അന്ന് ആരും അറിഞ്ഞില്ലേ? എല്ലാവരും പറഞ്ഞു, എല്ലാവരും വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആരും അങ്ങ് ഇട്ടില്ല. അങ്ങനെ ഒരു സമയം കിട്ടിയപ്പോൾ നിഖിൽ സാർ അങ്ങ് ഇട്ട്. ഇപ്പം 2 ദിവസം. 2 ദിവസം മുമ്പാണ് സാർ ഇട്ടത്. ഓക്കെ. അപ്പം പിന്നെ ഇനിയിപ്പം അറിയാനുള്ളത്, പ്രേക്ഷകരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വേഷവും കുപ്പായിട്ട് നിർത്തിയേക്കുകയാണോ എന്നല്ല, ഒറിജിനൽ ഫുട്ബോൾ പ്ലെയർ കൂടിയാണ്, 1ാം തരം പ്ലെയർ കൂടിയാണ്. ജടിലനായിട്ടുള്ള കിക്കുകളെടുക്കും, ഗോളുകൾ അടിക്കുന്ന താരമാണ്. അതായത് ഭാവിയിൽ ഒരു 2-3 വർഷത്തിനകത്ത് ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കും നമുക്കും സ്വന്തമായിട്ടൊരു യമാലിനെ സാധ്യമാകുന്ന തരത്തിലാണ് ഈ മല്ലു യമാലിൻ്റെ വളർച്ച. അപ്പോൾ എങ്ങനെയാണ് ഫുട്ബോൾ പരിശീലനമൊക്കെ? ഫുട്ബോൾ ഞാൻ SD3 അക്കാഡമിയിലാണ് ഇവിടെ കളിക്കുന്നത്. ഇതാണ് എൻ്റെ ഹോം ഗ്രൗണ്ട്. ഇവിടെയാണ് കളിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം, എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? എവിടെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? JHS പോരുവഴി. പിന്നെ അത് കഴിഞ്ഞ് ഇൻസ്പയർ ട്യൂഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്ന് കൂട്ടുകാരത്ത് ഇവിടെ കളിക്കും, പ്രാക്ടീസ് ഒക്കെ ചെയ്യും. എത്ര നേരം പ്രാക്ടീസ് ഉണ്ട്? ഒരു 7:30 വരെ. ഇഷ്ടതാരമാരായിരുന്നു ശരിക്കും മെസ്സി തന്നെയാണ്. അപ്പോൾ യമാൽ മെസ്സി ആരാധിക്കുന്ന പോലെ നമുക്കും മെസ്സി തന്നെയാണ്, അലനും മെസ്സി തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ ലോകകപ്പിൽ നമ്മൾ മെസ്സിയുടെ അർജന്റീനയെ തോൽപ്പിച്ചല്ലോ സ്പെയിന്. എങ്ങനെ യമാൽ ജയിക്കുകയും ചെയ്തു, കിരീടം ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ആർക്കൊപ്പം ആയിരുന്നു ശരിക്കും ഫൈനൽ സമയത്ത്? അർജന്റീനയ്ക്കൊപ്പം തന്നെ ആയിരുന്നു. ഇട്ടിരുന്ന കുപ്പായം ഏതായിരുന്നു? അർജന്റീനയുടെ കുപ്പായം. അത് ശരി. ചിലപ്പോൾ അന്ന് അതുകൊണ്ടായിരിക്കും ഈ ലുക്ക് അങ്ങ് ഐഡന്റിഫൈ ആവുന്നുണ്ട്. ഈ കുപ്പായും ഈ ഹെയർ സ്റ്റൈലും ഈ കമ്പിയെല്ലാം കൂടി ഇപ്പോഴായിരിക്കും ആളുകൾക്ക് അങ്ങ് ക്ലിക്ക് ആയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരുത്തൻ ഈ സാധനം കണ്ടുപിടിച്ച് കാണും. മെസ്സി ഫാൻ ആയതുകൊണ്ട് ആളുകൾ അതിലേക്ക് അങ്ങ് ഇറങ്ങി കാണില്ല. അങ്ങനെയാണോ? കുറച്ചുകൂടി വിസിബിലിറ്റി എനിക്ക് തോന്നുന്നു. യമാലിനെ അറിയാമായിരുന്നു നേരത്തെ തന്നെ, യൂറോ കപ്പ് ഒക്കെ അടിക്കുമ്പോൾ തന്നെ ഫുട്ബോൾ ആരാധകർക്ക് അറിയാം. പക്ഷേ യമാൽ കൂടുതൽ ജനകീയമായത്, അതിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള മുതിർന്നവർ, അച്ഛനും അമ്മയും അപ്പൂപ്പന്മാർക്ക് പോലും യമാലിനെയും മെസ്സിയൊക്കെ ഇപ്പോൾ പരിചയം. കാരണം അത്രമാത്രം ലോകകപ്പ് അവർ കണ്ടു കഴിഞ്ഞു കേരളീയർ. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ സമയത്ത് ഈ കുഞ്ഞി യമാൽ താരമാകാനുള്ള കാരണം. ഈ സോഷ്യൽ മീഡിയയിൽ ഈ സമയത്ത് എന്തോ ഒരു മല്ലികാമാൾ, ഞാൻ സ്പോർട്സ് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല, ലക്ഷ്മി അമ്മാൾ, അങ്ങനെ ഒരു സാധനം വിളിക്കാറുണ്ടോ? കൂട്ടുകാരന്മാരെല്ലാം അങ്ങനെയൊക്കെ വിളിക്കുന്നത്. പിന്നെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർ അങ്ങനെ വിളിക്കും ലക്ഷ്മിയമ്മാൾ. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് കൊല്ലത്തല്ല, എല്ലാ സ്ഥലത്തും ഈ സ്പോർട്സ് ആരാധകരൊക്കെ ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കും, ഇൻസ്റ്റാഗ്രാം കത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ വൈറലായി മാറി എന്നുള്ളൊരു സംഭവം, അതെങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പോൾ ആൾക്കാർ വരുന്നു, ചാനലുകൾ വരുന്നു, യമാലിനെ കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വന്നു പറയുന്നുണ്ടോ? ഇപ്പോൾ എന്താ പറയുന്ന വരുന്നവർ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരാറുണ്ട്? ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് ഗിഫ്റ്റ് കിട്ടിയാണ്. പിന്നെ
ഇതും ഗിഫ്റ്റാണ്. പിന്നെ എല്ലാ ജേഴ്സികളും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ ട്രോൾ മീഡിയാസ് വരുമ്പം അവർ ഗിഫ്റ്റായിട്ട് വരും, എന്നിട്ട് വീഡിയോ എടുക്കും. അപ്പോൾ ഉഷാറാണ്, ആള് ഗംഭീരമാണ്. കളി കാര്യത്തിലായാലും ഈ പഠനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അധ്യാപകർ പറയും, അത് യമാൽ പറയുന്നതിന് എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് അധ്യാപകരോട് ചോദിക്കാം. അപ്പോൾ അധ്യാപകർ കാത്തു നിൽക്കുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ കുടുംബക്കാർ, വീട്ടുകാരുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. കാരണം മകൻ ഇങ്ങനെ വേറെ തലത്തിലേക്ക് കുറച്ച് ദിവസം കൊണ്ടാണ് കയറി വൈറലാവുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഭയങ്കര സന്തോഷം. ആളുകൾ തേടി വരുന്നു, അന്വേഷിച്ച് വരുന്നു. അങ്ങനെയൊക്കെ ആകെ സ്റ്റാറാണ്, നാട്ടിലെ താരമാണ്. അപ്പോൾ നമുക്ക് കുടുംബത്തിൻ്റെ മല്ലു യമാലിൻ്റെ കുടുംബത്തിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ അനൂപേട്ടാ, ഇതാണ് അലൻ്റെ കുടുംബം. അതെ, യമാലിൻ്റെ കുടുംബം. അതായത് അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, അമ്മയുണ്ട്. സാധാരണഗതിയിൽ അച്ഛൻ്റെ അമ്മയോടും ആ ചോദ്യം, മക്കൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ടെൻഷനുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ഇത് പഠിക്കണമെന്ന് പറയുന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും പേരൻസ്. എങ്ങനെയാണ് മകൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുന്നൊരു കാര്യങ്ങൾ എങ്ങനെയാണ്? അതോ ഇപ്പം ഈ ഫെയിം ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്രീഡം ആണോ, അതോ നേരത്തെ തന്നെ കളിക്കാൻ പോകുന്നതിനൊക്കെ? ഇല്ല, നേരത്തെ തന്നെ കളിക്കാനും പഠിത്തവും രണ്ടും ഈക്വൽ തന്നെ ആയിരുന്നു. അവർ അത്യാവശ്യം പഠിക്കും, പിന്നെ കളിയാണ് കൂടുതലും. പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കളിയിലോട്ടാണ് ശ്രദ്ധ. സ്കൂളിൽ പോകുന്നതും ട്യൂട്ടറിൽ പോകുന്ന ആ ഒരു ഇതേ നമ്മൾ കാണുന്നുള്ളൂ. വീട്ടിൽ വന്നുള്ള ഇതില്ല, അപ്പോഴത്തേക്ക് ഇവിടെ ഗ്രൗണ്ടിൽ വരും കളിക്കാൻ. ആ ഒരു ശീലമാണ്, കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു സ്പോർട്സ് അക്കാഡമിയുടെ, അതായത് S33യുടെ ആ ഒരു ഗ്രൗണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുക്കി കൊടുത്തേക്കാണ്. ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ പഠിച്ചേറുകയാണ്. പിന്നെ നമ്മുടെ കൊച്ചു പിള്ളേരും ഒക്കെ ആയിട്ടാണ് ഭയങ്കര കളിയും. വലിയ മത്സരത്തിനൊക്കെ പോകും കേട്ടോ, മത്സരത്തിനൊക്കെ പോയി സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ അധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ 2 പേർക്കും സ്കൂളിൽ ഫുട്ബോളിൽ സെലക്ഷനുണ്ട്. നേരത്തെ പിന്നെ ഇതിന് സ്പോർട്സിന് സെലക്ഷനുള്ള ആളാണ് അലൻ എന്ന് പറയുന്ന. അപ്പു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇത് അക്കു, അജിൽ എന്നാണ് പേര്. പിന്നെ ഇദ്ദേഹത്തിന് സ്കൂളിൽ 200 മീറ്ററിനും 400 മീറ്ററിനും എല്ലാം അത്ലറ്റാണ്. പിന്നെ ഫുട്ബോളിലും ഉണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു തിരുവോണ ദിനത്തിൽ ഇത്രയൊരു ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയൊരു ഭാഗ്യം മക്കളെ കൊണ്ടില്ലല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ശരിക്കും സ്ഥലം പെരുവരുത്തി മലനടയ്ക്ക് പടിഞ്ഞാറ് വശം. അതായത് പെരുവഴി മലനട എന്ന് പറയുന്നത് തന്നെ ചരിത്ര പ്രധാനമായിട്ടുള്ള, അതായത് ദുര്യോധന ക്ഷേത്രമാണ്. പഞ്ചപാണ്ഡവരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ദുര്യോധനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ്. മറ്റൊന്ന് ശൂരനാട് പഞ്ചായത്താണിത്. ശൂരനാട് സമീപത്തുള്ള സ്ഥലമാണ്. ശൂരനാട് എന്ന് പറയുന്നത് തന്നെ ശൂരനാട് വിപ്ലവം എന്നൊക്കെ പറഞ്ഞ ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി ഭാവിയിൽ ഒരു പക്ഷേ ഇവിടെ അറിയപ്പെടാൻ പോകുന്നത് നമ്മുടെ അലൻ്റെ പേരിലാകട്ടെ എന്നാണ്. കാരണം അങ്ങനെ ഒരു സ്ഥലത്ത്, ഒരു ഉൾപ്രദേശത്ത് ഇതേപോലെ വലിയൊരു അക്കാഡമി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വലിയൊരു അക്കാഡമി എന്നല്ല, പറഞ്ഞ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഇപ്പോൾ പല വീടുകളിൽ നിന്ന് കളിക്കാൻ പോകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ അച്ഛനും അമ്മയും സപ്പോർട്ടാണ്, നീ അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. അതെ, അവർക്ക് തീർച്ചയായിട്ടും കൈയടിക്കും. ഇനി ചേട്ടൻ്റെ അടുക്കേക്ക് നമ്മൾ ചോദിക്കാൻ മറന്നുപോയി, ചേട്ടൻ എങ്ങനെയാണ് ഇപ്പം അനിയൻ ഇങ്ങനെ കത്തി കയറി പോവുകയാണ്? സന്തോഷമുണ്ട്, കത്തിക്കരട്ടെ, ഇനിയും കത്തിക്കരട്ടെ. ഇവനെ ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ്. ഇപ്പം ഇവന് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, സ്റ്റാറാണ്. അപ്പോൾ നിനക്ക് എന്താ തോന്നുന്നത്? എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് തോന്നരുത്. സന്തോഷം, അനിയനായാലും സന്തോഷം. ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ്. അതായത് ആദ്യത്തെ ഗെയിം പാർട്ണർ അദ്ദേഹം ആയിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ചേട്ടനും അനിയനും തമ്മിലായിരിക്കുമല്ലോ കളിച്ചിട്ടുണ്ടാവുക, രണ്ടുപേരും കൂടെ കളിക്കാണ്. അപ്പം ചേട്ടനും അഖിലും ഫുട്ബോൾ കളിക്കാറുണ്ട്, ഇവിടെ തന്നെ കളിക്കാറുണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞത്, ഏതാണ് ഇഷ്ട പൊസിഷൻ ഏതാണ്? ഫുട്ബോൾ സെൻറ്റർ ബാക്ക്. സെൻറ്റർ ബാക്കാണ്, ഡിഫെൻഡിങ് ഏരിയ ആണ്. അതായത് നമ്മൾ യമാലെന്ന് പറഞ്ഞാൽ വിങ്ങി കളിച്ച് ഗോൾ അടിക്കുമ്പോൾ, ഗോളിന് വഴി തുറക്കുമ്പോൾ അതിന് നേരെ പ്രതിരോധത്തിൽ ഊന്നുന്ന ഒരു ശൈലിയാണ്. പക്ഷെ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഇഷ്ടപ്പെട്ട ടീം അർജന്റീനയാണ്. കളിക്കാരൻ മെസ്സിയാണ്. ലുക്ക് മാത്രമേ യമാലിലുള്ളൂ എനിക്ക് തോന്നുന്നത്. ലുക്ക് മാത്രമേ ഉള്ളൂ. യമാൽ അവിടെ ഗോൾ അടിച്ചോട്ടെ, ഞാനിവിടെ ഗോൾ തടഞ്ഞോളാം എന്നാണ് അലൻ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഗംഭീരമാണ് കാര്യങ്ങൾ. എന്തായാലും ഒന്നുകൂടി പ്രേക്ഷകരോട് ആവർത്തിക്കുകയാണ്, ഈ അച്ഛനെയും അമ്മയും ചേട്ടനെയും ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെച്ചേക്കുക. കാരണം കുട്ടികൾ കളിച്ച് വളരട്ടെ എന്നുള്ളതാണ്. നമ്മൾ ഓരോ ലോകകപ്പും അല്ലെങ്കിൽ വലിയ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കുട്ടികൾ നമുക്ക് എന്തുകൊണ്ട് യമാൽ ഉണ്ടാകുന്നില്ല, മറ്റുള്ളവർക്ക് ഇത്രയധികം കുട്ടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇവരെ പോലെ ആകട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, യമാൽ കളിച്ച് നടക്കുന്നു എന്ന് അമ്മയും അച്ഛനും പറയുന്നു, അല്ല പഠിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ പഠനം എത്രത്തോളം നമുക്കറിയാം. അപ്പോൾ അത് പറയേണ്ടത് ആരാണ്? അധ്യാപകരാണ്. ബാപ്പുവ കാണണം. അലൻ്റെ ബാക്കിൽ നിന്ന് ബാക്ക് ബോൺ എന്ന് പറയുന്ന പുഷ് ചെയ്യുന്ന കുറച്ച് മനുഷ്യരുണ്ട്. ആ മനുഷ്യരാണ് ഇവിടെ നിൽക്കുന്നത്. അതിൽ ട്യൂഷൻ അധ്യാപകരുണ്ട്, കായിക അധ്യാപകരുണ്ട്, അപ്പം അലനെ വൈറലാക്കിയ മനുഷ്യനും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ അങ്ങ് പരിചയപ്പെട്ടാൽ. പരിചയപ്പെടുത്തട്ടെ. അലൻ, ഇവരെ അങ്ങ് പരിചയപ്പെടുത്തും. ആരൊക്കെയാണെന്ന് പറ, പേര് പറ. ഇതാണ് ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിൻ്റെ
HM എന്ന് വേണേൽ പറയാൻ ഗീമോ സാറ്. ഇത് എന്നെ ഫിസിക്സ് പഠിപ്പിക്കുന്ന അഖിൽ സാറ്. എന്നെ വൈറലാക്കിയ മുതലാണിത് നിഖിൽ സാറ്. മുതലാണ്. പിന്നെ ഇതാണ് ഞാൻ കളിച്ചു വളരുന്ന ഗ്രൗണ്ടിലെ ഓണർ. ഓക്കെ. ഇത് അങ്ങോട്ട് ഒരു കൂട്ടുകാരനാണ്, കോച്ചെന്ന് വേണേൽ പറയാം. ഓക്കെ. നല്ല സ്വഭാവമുള്ള പയ്യനും നല്ലോണം പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ഈ സ്പോർട്സ് കാര്യത്തിലും നല്ല താല്പര്യമുള്ള ആളാണ്. ഫുട്ബോളിൻ്റെ കാര്യത്തിലൊക്കെ നല്ലോണം കളിക്കുന്നത്. നമ്മൾ എല്ലാ കൊല്ലവും ഇവിടെ സ്പോർട്സ് മീറ്റായിട്ടൊക്കെ നടത്തുന്നുള്ളതാണ്. അപ്പോൾ ആ സ്പോർട്സ് മീറ്റിനൊക്കെ നല്ലോണം പന്ത് കളിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പഠിക്കുന്ന കാര്യത്തിലും നല്ല രീതിയിൽ പഠിക്കുന്ന വ്യക്തിയാണ്. കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സിൽ കൃത്യമായിട്ട് വരാറുണ്ട്. കുഴപ്പമില്ല, നല്ലോണം വരുന്ന ആളാണ്. പരീക്ഷ നല്ലോണം എഴുതിയില്ല, അതിൽ സ്കൂളിലെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വരാഞ്ഞത്. ഇപ്പം ഓണപരീക്ഷ നല്ലോണം എഴുതിയില്ലായിരുന്നു. അത് സ്കൂളിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സെലക്ഷനൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ എഴുതാഞ്ഞത്. ഇത് പ്രധാനപ്പെട്ട ഒരാളെ ഈ വള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചൊരു മനുഷ്യനുണ്ട് നമ്മളിവിടെ വരാൻ കാരണം. തിരുവോണ ദിവസത്തിൽ നമ്മളിവിടെ വരാൻ കാരണം സദ്യ മാറ്റി വയ്ക്കാൻ കാരണം ഇയാളാണ് ഈ സാധനമൊക്കെ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട് അങ്ങ് ഈ 2 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാം കത്തിച്ച് ഈ പയ്യനെ അങ്ങ് വൈറലാക്കിയത്. ഓണം തൂക്കാൻ കാരണം നമ്മളെ ഓണം കൊളാക്കാനുള്ള കാരണം തമാശ പറഞ്ഞാണ്. കൊളാക്കാനുള്ള കാരണം ഈ മനുഷ്യനാണ്. പേര് നിഖിൽ സാറേ, എങ്ങനെയായിരുന്നു അലനെ എന്നുള്ള യമാലിനെ കണ്ടെത്തിയത്? എങ്ങനെയായിരുന്നു യമാൽ? ഞങ്ങൾ ഈ വേൾഡ് കപ്പിൻ്റെ സമയം തന്നെ യമാലെന്നാണ് എല്ലാവരും, കുട്ടികളായാലും അധ്യാപകരായാലും ട്യൂഷൻ സെൻറ്ററിൽ വിളിക്കുന്നത്. പക്ഷേ വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടുന്നത് ഇൻസ്പയറിൻ്റെ ഓണാഘോഷ ചടങ്ങിനിടയിൽ വളരെ ആദ്യം സമ്മതിച്ചതുമില്ല. ആദ്യം വീഡിയോ എടുക്കുമ്പം ആ ജേഴ്സി എടുത്ത് തലയുടെ മറച്ച് ഓടിയവനാണ്. അത് കഴിഞ്ഞ് പിന്നെ നിർബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ ആദ്യം വേറെ ഒന്നും വേണ്ട. അങ്ങനെ വെറും 13 സെക്കൻഡ് മാത്രമുള്ളൊരു വിഷ്വൽ. ആ വിഷ്വൽ വൈകിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ പിറ്റേന്ന് നോക്കുമ്പോൾ അത് 10 മില്യൺ ക്രോസ് ചെയ്യുന്നൊരു കാഴ്ച. ഇപ്പോൾ 12 മില്യണിലേക്ക് അടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കമൻറ്റുകളാണ് അതിനകത്ത് മൊത്തം വരുന്നത്. അതായത് അനുവേട്ട 13 സെക്കൻഡ് മതി ജീവിതം മാറി 5 സെക്കൻഡ് വേണ്ട 13 സെക്കൻഡ് മതി. സോഷ്യൽ മീഡിയ 13 സെക്കൻഡാണ് ഈ പയ്യന്റെ ജീവിതം മാറ്റി ലൈഫിനെ ഫുട്ബോൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. കാരണം 4 എക്സാം സ്കിപ്പ് ചെയ്ത് അവൻ എന്ത് ചെയ്തു, അവൻ്റെ പാഷനെ ഫോളോ ചെയ്യാനായിട്ട് അവൻ സ്കൂളിലെ സെലക്ഷൻ പോയി അവൻ കിട്ടുകയും ചെയ്തു. അപ്പം ലൈഫിൽ ഇപ്പോൾ ഈ വീഡിയോ വൈറലായി മാത്രമല്ല ലൈഫിൽ ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾ അനുമോദനം ഏറ്റുവാങ്ങി ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുമോദനം. ഞങ്ങൾ ആകെ എന്താ പറയുക ടെൻഷനാണ്, ആകെ എന്താണ് സർപ്രൈസ് ആയിപ്പോയി. അപ്പം ഇവൻ ഞങ്ങൾ ഇൻസ്പയർ ആയാലും ശരി ഈ ഓണം ഞങ്ങൾ അങ്ങ് തൂക്കി. ഈ ഓണം തൂക്കാൻ കാരണമായ വേറൊരു മനുഷ്യനുണ്ട്. കാരണം ഇതൊരു നാട്ടിൻപുറമാണ്. ഈ നാട്ടിൻപുറത്ത് ഇങ്ങനെ അക്കാദമി ഒക്കെ ഇട്ട് പിള്ളേരിങ്ങനെ ആക്കിയ ഒരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ യഥാർത്ഥ സ്പോർട്സ് പ്രേമിയാണെന്ന് പറയാം. അതെ, പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുഖമൊന്നും വരാത്ത. ഇത്രയും സൗകര്യം നമ്മൾ വന്നപ്പോൾ ഈ ഗ്രൗണ്ട് ഉണ്ട്, ടർഫുണ്ട്, ഇത്രയും സൗകര്യമുണ്ട്. അതിനെ പോലെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കളിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ഈ മനുഷ്യനാണ്. സ്വയം അങ്ങ് പരിചയപ്പെടുത്തിയ ചേട്ടാ. എൻ്റെ പേര് ദീപു ദാമോദരൻ. ഇപ്പോൾ എൻ്റെ മോൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് സ്ഥലങ്ങളില്ല. പണ്ട് ഞങ്ങൾക്ക് കളിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ തെങ്ങും തോപ്പുകളുണ്ടായിരുന്നു, അതുപോലുള്ള വയലുകളുണ്ടായിരുന്നു. ഇന്ന് ഇതെല്ലാം ഇല്ലാതായി. അപ്പോൾ ഇപ്പോൾ എനിക്ക് വേറെ ക്രിക്കറ്റ് അക്കാഡമി ഉണ്ട്, ക്രിക്ക് ബഡ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സഹോദരിയുടെ സ്ഥാപനമാണ്. അപ്പം അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇവിടെ മുഴുവനും കൃഷി ചെയ്യാനും നമുക്ക് നോക്കാൻ ആളില്ല. ഞാൻ വെളിയിലായിരുന്നു കുറച്ച് നാളും. ഞാൻ ഒരു 17 വർഷമായിട്ട് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ വന്നപ്പം നോക്കിയപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊരു സംവിധാനമില്ല. അതിന് വേണ്ടിയിട്ട് അപ്പോൾ സ്പോർട്സ് അക്കാഡമി എന്ന നിലയിൽ ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ മറ്റ് മുതിർന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേണം, അത്യാവശ്യമാണ്, ദീപിനെ കൂടി ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി ഞാൻ അപ്പു എന്നാണ് വിളിക്കുന്നത്. നമ്മൾ യമാലാക്കിയ അലനെ നമ്മൾ അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ തൊട്ട അയൽവക്കത്തുള്ളതാണ്. അപ്പം അപ്പുവിൻ്റെ കുഞ്ഞുനാൾ തൊട്ട് കാണാൻ തുടങ്ങിയാണ്. അപ്പം അപ്പുവൊക്കെ നല്ല രീതിയിൽ കളിക്കാനായിട്ട് അവർക്കൊരു സ്ഥലമില്ലാതിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് നമ്മുടെ സ്ഥാപനമുണ്ട്. എന്നും വൈകിട്ട് ഒരു 18ഓളം കുട്ടികൾ നമുക്കിവിടെ സ്ഥിരമായിട്ട് കളിക്കുന്നവരുണ്ട്. അതിൽ ഒരു നല്ല പ്ലെയറാണ്. പിന്നെ അതോടൊപ്പം നമ്മുടെ കോച്ചിങ്ങിൽ നമുക്ക് ഇവിടെ ഇതൊരു സ്പോർട്സ് അക്കാഡമി ആയിട്ട് തന്നെയാണ്. നമുക്ക് എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, വോളിബോൾ എല്ലാം നമ്മൾ കോച്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ പ്രത്യേകിച്ച് സ്പോർട്സ് ലേഖകന്മാർ പ്രത്യേകിച്ച് പറയാറുണ്ട്, സ്പോർട്സാണ് നമ്മുടെ ലഹരി എന്ന് പറയാറുണ്ട്. അപ്പം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലഹരിയില്ല, വേറൊരു വഴിതെറ്റി പോകാനുള്ള സാധ്യതകളുമില്ല. അപ്പോൾ അതാണ് ആ പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത് കൃത്യമായിട്ടും. എന്നാലും നമുക്ക് അലൻ്റെ അടുക്കെ കൂടി ചോദിക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ ഇത്രയധികം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പഠിക്കുക, ഗംഭീരമായിട്ട് പഠിക്കുക. 10ാം ക്ലാസ് ഗംഭീരമായിട്ട് ഉറപ്പായിട്ടും അല്ലേ? ഓക്കെ. അപ്പം 10ാം ക്ലാസ് നല്ല പാസ്സായി കഴിഞ്ഞാൽ, അതായത് ലമീൻ യമാൽ യൂറോ കപ്പ് കളിക്കുന്ന സമയത്താണ് 10ാം ക്ലാസ് പാസ്സായത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ പഠനത്തിലും അങ്ങനെ തന്നെ പോവുക. കളിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഫാമിലിയുടെ പിന്തുണയുണ്ട്, അധ്യാപകരുടെ പിന്തുണയുണ്ട് അല്ലേ? ഇനിയിപ്പോൾ വേണ്ടത് നന്നായിട്ട് കളിക്കുക, നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് വേണ്ടി പറയാനുള്ള കാര്യം എന്താണ്?
എല്ലാവരും പഠിക്കുകയും വേണം, കളിക്കുകയും വേണം. ആരും മദ്യപാനത്തിനും ലഹരിക്കും ഒന്നും അടിമയാകാൻ നോക്കുക. അതാണ് നമുക്കിപ്പോൾ വേണ്ടത് ആവശ്യമായിട്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ലമീൻ യമാലിനെ പോലെ മുടിയൊന്ന് കളർ ചെയ്യുന്നതിനെ പറ്റി ആലോചന വരുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? എല്ലാവരും പറയുന്നുണ്ട് ചെയ്യാൻ, പക്ഷെ അത് താല്പര്യമില്ല. താല്പര്യമില്ലെന്നല്ല, ഒരു സമയമുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും ഉള്ളിലെ മെസ്സി ഫാൻ ഇടയ്ക്ക് ഉണരും. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ സന്തോഷമാണ്. ലമീൻ യമാൽ മെസ്സി കിട്ടിയില്ലെങ്കിലും ലമീൻ യമാൽ അടിച്ചതിൽ നമുക്ക് സന്തോഷമാണ്. ഓക്കെ, അപ്പം ഗംഭീരമായിട്ട് പോട്ടെ മുന്നോട്ട് അല്ലേ? നമുക്ക് റിപ്പോർട്ടറിന് വേണ്ടിയിട്ട് റിപ്പോർട്ടിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ മല്ലു യമാൽ. ഓണാശംസകളൊപ്പം ജീവിതാശംസകൾ. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി മല്ലു യമാലിൻ്റെ ഒരു ആശംസ, ഓണാശംസ പറഞ്ഞോളൂ പ്രേക്ഷകർക്ക് വേണ്ടി. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ഓണാശംസകൾ.